എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഗ്രഹങ്ങളെപ്പറ്റി പറഞ്ഞത് നമ്മൾ ശനിയെ കൊണ്ടായിരുന്നു പറഞ്ഞു നിർത്തിയത്. ശനി 12 രാശികളിൽ 12 ഭാഗങ്ങളിൽ നിന്നാലുള്ള ഫലം. ഇന്നിവിടെ നമ്മൾ രാഹുവിനെ കൊണ്ടാണ്. രാഹു 12 രാശികളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, നമ്മളിത് ഒരു പൃഷ്ടാവല്യ ഒരു ജാതകൻ ചിന്തിക്കരുത്, ഇതെൻ്റെ ജാതകത്തിൽ ഇങ്ങനെ വന്നിട്ട് അതങ്ങനെ വന്നിട്ടില്ലല്ലോ, പക്ഷേ എൻ്റെ ജാതകത്തിൽ അങ്ങനെയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ദോഷങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി നേരായ രീതിയല്ല, ഞാനതിന് ഉത്തരവാദിയല്ല. എന്നുവെച്ചാൽ നമ്മളിത് സാധ്യതയാണ്. എന്നുവെച്ചാൽ ഇത് ഒരു 100% കറക്റ്റായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആവണമെന്ന് നിയമമില്ല. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ നമ്മളിപ്പോൾ ഈ ഗ്രഹങ്ങളുടെ രാഹുസ്ഥിതി പറഞ്ഞാലും ആ രാഹുവിന് പാപദൃഷ്ടിയും പാപം യോഗവും ഒക്കെ വരുമ്പോഴാണ് നമ്മളീ പറയുന്ന ഇതിനകത്തുള്ള ഈ ഫലങ്ങൾ 100% കറക്റ്റ് ആവുക. അപ്പോൾ അത് ഒരാളുടെ ഉദ്ദേശം ഒന്നുമല്ല, ഇത് നമ്മൾ ജനറലായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. അപ്പം രാഹു മേടം രാശിയിൽ നിന്നാൽ ജാതകൻ സ്വതന്ത്ര ബുദ്ധിയുള്ളവനായിരിക്കും എന്നാണ്. ചൊവ്വയുടെ മൂലത്രികോണ രാശിയും സൂര്യൻ്റെ ഉച്ചരാശിയുമായ ആകയാൽ എപ്പോഴും അധികാരത്തോട് പ്രതിപത്തി കാണിക്കുന്നവരായിരിക്കും. മേടം 6, 8, 12 ഭാവങ്ങളാകയാൽ ചിലപ്പോൾ രാഹുവിൻ്റെ ദശാപകാര കാലങ്ങൾ ജാതകനെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കൊണ്ടുവന്നാക്കുമെന്നാണ് പറയുന്നത് ആചാര്യന്മാർ. അപ്പോൾ ജീവിതത്തെ ഒരു സമരമായി കണ്ടുകൊണ്ട് ധീരതയോട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും ഇവർ. മാനസിക ശക്തി എപ്പോഴും അവർക്കുണ്ടാവും. രാഹുവിന് ശനി, സൂര്യൻ തുടങ്ങിയവരുടെ യോഗദൃഷ്ടാദികൾ ഉണ്ടായാൽ രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങൾ കൂടുതൽ ക്ലേശകരമായിരിക്കും. ശുക്ര ഗുരുബോധ യോഗമോ ദൃഷ്ടിയോ നല്ലതാണ്. ഭൗതികതയോട് ജാതകന് കൂടുതൽ മമതയുണ്ടാവും. അശ്വതി 1-ാം പാദം, 3-ാം പാദം, ഭരണി 2-ാം പാദം എന്നിവയിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭൗതിക താല്പര്യം ഇവർക്ക് ധാരാളം ഉണ്ടാവും. രാഹു ഇടവൻ രാശിയിൽ നിന്നാൽ മേടം മുതൽ കന്നി വരെയുള്ള 6 രാശികളിൽ രാഹു പ്രബലനാണെന്നാണ് പറയുന്നത്. പ്രായണ തുലാം മുതൽ മീനം വരെയുള്ള രാശികളിൽ കേതുക്കൾ ബലശാലികളാണെന്നും പറയുന്നുണ്ട്. അപ്പം ഇടവൻ രാശി സ്ത്രൈണഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനുമായി, ശുക്രൻ്റെ സ്വക്ഷേത്രം ചന്ദ്രൻ്റെ ഉച്ചവുമാണ്. അപ്പോൾ ബന്ധപ്പെട്ടതിനാൽ ഇടവത്തിലെ രാഹു ജാതകൻ്റെ മേൽ വിചാരത്തേക്കാൾ വികാര പ്രധാനമായ വ്യക്തിത്വം നിലനിർത്തും. ആഡംബരപ്രിയം, കലാവാസന, പരിഷ്കൃതമായ ജീവിതശൈലി, പ്രഭാഷണത താല്പര്യം, പ്രഭാഷണം ചെയ്യാനൊക്കെയുള്ള താല്പര്യം ഇവർക്കുണ്ടാവും. അഹങ്കാരത്തോളം എത്തുന്ന അഹംബോധം എന്നിവ ഇവർക്ക് പറയുന്നുണ്ട്. ഇടവത്തിലെ രാഹു ഈ നിലയിലൊക്കെയുള്ള സ്വഭാവത്തിന് കാരണക്കാരമാവുമെങ്കിലും ഇവരെല്ലാം ആത്മീയ താല്പര്യത്തെയും ഭൗതികതയെയും രാഹു സമന്വയിപ്പിക്കാനായിട്ട് ജാതകനെ കൂടുതൽ ഇത് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ചില സമയത്ത് ഇവർക്ക് നന്നേ ക്ലേശങ്ങളും കാര്യങ്ങളൊക്കെ വരും. ശുക്രനുമായുള്ള യോഗദൃഷ്ടികളും കൂടുതൽ ജാതകന് സൗന്ദര്യ പ്രേമിയാവും, കലാരസികനാവും, അവസരവാദി, സ്വാർത്ഥ തൽപരൻ തുടങ്ങിയ അപവാദങ്ങളും രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങളിൽ ജാതകന് നേരിടേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. മകയിലെ 1-2 പാദങ്ങളിലാണ് രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ജാതകൻ വലിയ ഭൗതികവാദിയും, എന്നാൽ കാർത്തിക 2, രോഹിണി 2 എന്നീ പാദങ്ങളാണ് രാഹു സ്ഥിതിയെങ്കിൽ ജാതകൻ കടുത്ത ആത്മീയവാദിയുമായിരിക്കും പറയുന്നുണ്ട്. അടുത്തത് മിഥുനം രാശിയിൽ രാഹു നിന്നാൽ രാഹുവിൻ്റെ ഉച്ച ക്ഷേത്രമാണ് മിഥുനം രാശി. ജാതകൻ ബഹിർമുഖനും സ്വതന്ത്രമായ ജീവിത രീതി, സാമൂഹിക ബോധം എന്നിവയൊക്കെ ഉള്ളവരായിരിക്കും. വേഗമാർന്ന കർമ്മോജ്വലം, ഋജുവും അയത്നവുമായ പ്രവർത്തന ശൈലി, ബൗദ്ധികത, യുക്തിചിന്ത, പ്രഭാഷണ നൈപുണ്യം,
ആശയവിനിമയ ശേഷി എന്നിവ ഇവർക്ക് പുലർത്താനാവും. ഒരേ സമയം യാഥാസ്ഥിതി പുരോഗമനമായുള്ള ജീവിത വീക്ഷണമൊക്കെ ആയിരിക്കും ഇവർക്ക്. ആധ്യാത്മികവും ഭൗതികവുമായ വിഷയങ്ങളെ അനുപാത രമ്യതയായി സമന്വയിപ്പിക്കാനുള്ള ആർജവ വിശേഷങ്ങളൊക്കെ ഇവർക്ക് പറയുന്നുണ്ട്. രാഹുവിന് ബുധയോഗം, ഗുരുയോഗം എന്നിവ വന്നാൽ ജാതകൻ്റെ വ്യക്തിത്വം കൂടുതൽ തെളിച്ചമുണ്ടാവും. സൂര്യ ചൊവ്വ ശനി യോഗം അശുഭപ്രദമാണ്. മകരം 4-ാം പാദം, തിരുവാതിര 3, പുണർദം 4 എന്നീ പാദങ്ങളിൽ രാഹു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കർക്കിടക രാശിയിൽ രാഹു നിന്നാൽ എപ്പോഴും ജാതകനൊരു വികാര ജീവിയായിരിക്കുന്നതായിരിക്കും. ബുദ്ധിയേക്കാൾ ഹൃദയത്തിന് പ്രാധാന്യം കൊടുക്കുക. വ്യക്തി ബന്ധങ്ങൾക്ക് മുൻതൂക്കം നൽകും. കുടുംബസ്നേഹം ദൗർബല്യത്തോളം എത്തുമെന്നാണ് പറയുന്നത്. ബാഹ്യലോകത്തേക്കാൾ ഇവരുടെ ശത്രു ഇവരുടെ ആഭ്യന്തര ലോകം തന്നെയായിരിക്കും. പ്രകൃതി സ്നേഹം, ജലവുമായി ബന്ധപ്പെട്ട തൊഴിൽ, ആതുര സേവനം, കൃഷി, വസ്തു ക്രയവിക്രയം എന്നിവയിൽ ഇവർക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവും. രാഹു ശത്രുവായ ചന്ദ്രൻ്റെ രാശിയിലാകയാൽ സ്വതേ രാഹു കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നവർ എപ്പോഴും പ്രതികൂലമായ പരിസ്ഥിതികളിലായിരിക്കും ഇവർക്ക് ജീവിക്കാനുള്ള വിധിക്കപ്പെട്ടിട്ടുള്ളവർ. പുണർദം 4, പൂയം 2, ആയില്യം 3 എന്നീ നക്ഷത്രങ്ങൾ പാദങ്ങളിൽ രാഹു കൂടുതൽ കരുത്തനാണ്. രാഹു ചിങ്ങൻ രാശിയിൽ നിന്നാൽ ഈ കരുത്തന്മാരും പരുക്കൻ മട്ടുകാരുമായിരിക്കും ഇവർ. ഏകാന്തമായ വ്യക്തിത്വമായിരിക്കും ഇവർക്ക് എപ്പോഴും. സിംഹത്തെ പോലെ അധ്യക്ഷരായിരിക്കും. ഇവർ വൈകാരികതയേക്കാൾ വൈചാരികതയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഹൃദയത്തേക്കാൾ ബുദ്ധിക്കും ജീവിതത്തിൽ സ്ഥാനം നൽകിയവർ. കേതുവിന് ചന്ദ്രരാശിയായ കർക്കിടവും രാഹുവിന് സൂര്യക്ഷേത്രവുമായ ചിങ്ങവും ഒട്ടും അനുകൂലമല്ലെന്നാണ് ആചാര്യമതം അങ്ങനെയാണ്. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഇണങ്ങാത്ത സാഹചര്യങ്ങളെ ഇവർക്കെപ്പോഴും നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കും. വിതച്ചതെല്ലാം കൊയ്യാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഇവർക്ക് വന്നു ചേരും. എന്നാൽ സ്വതസിദ്ധമായ ചാതുര്യത്തിലൂടെ പ്രതിസന്ധികളെ മറികടക്കാനും ഇവർക്ക് ജാതകന് കൽപ്പുണ്ടാവും. മകം 3, പൂരം 2, 4, ഉത്ര 1 എന്നീ നക്ഷത്രപാദങ്ങളിൽ രാഹു ബലവാനാണെന്ന് പറയുന്നുണ്ട്. കന്നിരാശിയിൽ നിൽക്കുന്ന വ്യക്തി ലജ്ജാലുവും അന്തർമുഖനുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. കലാകാരന്മാർ, ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് കന്നിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഗുണഫലദാതാവാണ്. കന്നിയുടെ അധിപനായ ബുധൻ ഗ്രഹനിലയിൽ ബലവാനാണെങ്കിൽ രാഹു ദശാപഹാരകാലങ്ങളിൽ ജാതകന് രാജയോഗം പറയുന്നുണ്ട്. കന്നിയിലെ രാഹു അപ്രതീക്ഷിതമായ ഭാഗ്യോദയത്തിനും ധനാഗമത്തിനും കാരണമാക്കുമെന്നും പറയുന്നുണ്ട്. ആദർശവാദിയാണെന്നും പറഞ്ഞാലും നമ്മൾ ഇവർക്ക് മോശപ്പെട്ട പേരല്ലാതെ സ്വന്തം കാര്യം നേടാൻ എന്തും ചെയ്യുന്ന ഒരു സൂത്രകാരനായിരിക്കും ജാതകനെന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത്തം 3-ാം പാദം, ചിത്തിര 2 എന്നീ നക്ഷത്രപാദങ്ങളിൽ രാഹു കരുത്തനാണ്. അടുത്തത് തുലാം രാശിയിൽ നിന്നാലുള്ള ഫലമാണ്. അതായത് സന്തുലിതവും പാരസ്പര്യം നിറഞ്ഞതുമായ വ്യക്തിത്വമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ജാതകൻ ബഹിർമുഖനും നീതിമാനും ന്യായാസ്ഥനും തികഞ്ഞ സാമൂഹിക ജീവിയുമായിരിക്കും എന്നും പറയുന്നുണ്ട്. ശാസ്ത്രീയ തത്വശീലമുള്ളവനായിരിക്കും. തൻ്റെ അകം പുറം ബാഹ്യലോകം ആന്തരികലോകം എന്നീ ദ്വന്ദ്വങ്ങളെ സമന്വയിപ്പിക്കുന്നതിൽ ഐന്ദ്രജാലിക സിദ്ധിയുള്ളവനായിരിക്കും എന്നും പറയുന്നുണ്ട്. സൗന്ദര്യബോധം, കലാവാസന, സംസ്കാരം എന്നിവയിൽ അനുഗ്രഹീതനായിരിക്കും ഇവർ. അതേസമയം തന്നെ കച്ചവടത്തിൽ എപ്പോഴും ഒരു കണ്ണുള്ളവനുമായിരിക്കും. ശുക്രൻ്റെ മൂലത്രികോണ രാശിയാണ് തുലാം. എന്നതിനാൽ ഈ രാശിയിലെ രാഹു അടിസ്ഥാനപരമായി ഒരു ഭൗതികവാദി തന്നെയായിരിക്കും. എന്നാൽ ആത്മീയ ഗ്രഹമായ ശനിയുടെ ഉച്ചരാശിയാകയാൽ ഭൗതികതയ്ക്കപ്പുറം അതീന്ദ്രമായ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവരുമായിരിക്കും ഇവർ. ചിത്ര 3-ാം പാദം, 4-ാം പാദം, ചോതി 3, വിശാഖം 3-ാം പാദം എന്നീ നക്ഷത്രപാദങ്ങളിൽ രാഹു ബലശാലിയാണെന്ന് പറയുന്നുണ്ട്. കൂടുതൽ നല്ല അനുഭവങ്ങളൊക്കെ ആ ഭാഗത്തിൽ അവർക്ക് കിട്ടുന്നതായിരിക്കും. വൃശ്ചിക രാശിയിൽ രാഹു നിന്നാൽ ധനാഷ്ട്യവും അഹന്തയും നിറഞ്ഞ
പെരുമാറ്റം മൂലം ജാതകനേറെ ശത്രുക്കളെ സൃഷ്ടിക്കും. ശിഥിലമായ മാനസിക ലോകമായിരിക്കും ജാതകൻ്റേത്. സമൂഹത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തിത്വമായിരിക്കും ഇവരിൽ മിക്കവരും. ആരെയും അനുസരിക്കാത്ത, എല്ലാ കാര്യത്തിലും തന്നിഷ്ടം നോക്കി മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും. ആഴമേറിയ കിണർ പോലെ ഇവരുടെ മനസ്സിലും രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. കേതു വൃശ്ചികരാശിയിൽ സ്ഥിതി ചെയ്താൽ കൂടുതൽ നിശ്ചിതമായ ദുരനുഭവങ്ങൾ ജാതകൻ നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലരുടെ കാഴ്ചപ്പാടിൽ രാഹുവിൻ്റെ നീചക്ഷേത്രമാണ് വൃശ്ചികം എന്ന് പറയുന്നുണ്ട്. പല വിധത്തിലുള്ള ആചാര്യന്മാർക്ക് പല രീതിയിലുള്ള അഭിപ്രായമാണ്. ഇപ്പോൾ രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങളിൽ ഗുണപ്രദമാകണമെങ്കിൽ രാശീനാഥനായ ചൊവ്വ ബലമായി സദ്ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അനിഴം 2-ാം പാദം 4-ാം പാദം, തൃക്കേട്ട 1-ാം പാദം 4-ാം പാദം എന്നീ നക്ഷത്രപാദങ്ങളിൽ രാഹു കരുത്തനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ രാഹു ധനുരാശിയിൽ നിന്നാലുള്ള ഫലം, അതായത് പട്ടണം രാജധാനി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യാഖ്യാനം ഇവിടെ പറയുന്നുണ്ട്. ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിതത്തിൻ്റെ ബഹളങ്ങളിൽ മുഴുകി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. ഗ്രഹനിലയിൽ രാഹു ധനുവിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തി രാശിചക്രത്തിലെ 9-ാം രാശിയാകുന്ന ധനുരാശി മതം, ആധ്യാത്മിക, സത്കർമ്മം, പിതാവ്, ഗുരുത്വം, നീതിന്യായം, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ എന്നിവയെ 9-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ഫലം പറയുന്നത്. അപ്പോൾ രാഹുവിനെ ശുഭഗ്രഹങ്ങൾ വീക്ഷിച്ചാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജീവിതമായിരിക്കും ജാതകൻ്റേത്. ശനി രാഹുവിനെ വീക്ഷിച്ചാൽ, ചൊവ്വ യോഗം ചെയ്താലൊക്കെ മതബാഹ്യമായ വ്യക്തിത്വമായിരിക്കും ജാതകൻ്റേത്. സ്വന്തമായ ഒരു ജീവിത വീക്ഷണം കരുപ്പിടിപ്പിക്കാൻ ജാതകന് കഴിയും. എള്ള് ചോരുന്നതറിയും, പക്ഷേ തേങ്ങ ചോരുന്നത് അറിയില്ല എന്ന മട്ടുകാരനാണ് ഇവരെന്നാണ് ആചാര്യൻ്റെ വചനം. അപ്പം ഈ നിരീക്ഷണവും പല പണ്ഡിതന്മാർ പല രീതിയിലാണ് ഈ ഭാഗത്തിലെ രാഹുവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നത്. മൂലം 3-ാം പാദം, പൂരാടം 2, 4, ഉത്രാടം 1-ാം പാദം എന്നീ നക്ഷത്രപാദങ്ങളിൽ ശക്തിമാനാണെന്ന് പറയുന്നുണ്ട്. ദശാപഹാര കാലങ്ങളിൽ കൂടുതൽ സദ്ഫലങ്ങൾ ഇവർക്ക് നൽകും. ഇപ്പോൾ രാഹു മകര രാശിയിൽ നിന്നാൽ അന്തർമുഖന്മാർ ഒട്ടൊക്കെ ഭൗതികവാദികളുമായിരിക്കും. വികാര വിക്ഷോഭങ്ങൾക്ക് എളുപ്പം വിധേയമാകുന്നവരായിരിക്കും അവർ. ശനിയുടെ രാശിയാകയാൽ ഇവരുടെ പുരോഗതി സാവധാനത്തിലായിരിക്കും. തലമണ്ണിൽ പുതച്ചുറങ്ങുന്ന ഒട്ടകപ്പക്ഷിയെ പോലെയാണ് ഇക്കൂട്ടരെന്നാണ് ആചാര്യൻ പറയുന്നത്. ബാഹ്യലോകത്ത് നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. എന്നാൽ ചൊവ്വയുടെ ഉച്ചരാശിയാണ് മകരം എന്നതിനാൽ ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന രാഹു ഇവരെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ കാര്യങ്ങളിലൊക്കെ കൊണ്ടുവന്ന് എടുത്ത് ചാടിപ്പിക്കും, കൊണ്ടുവന്ന് അവിടെ പെടുത്തും. അപ്പം പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നും ഇവർക്ക് അകലാൻ കഴിയുകയുമില്ല. അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കും. മകരം വ്യാഴത്തിൻ്റെ നീചരാശി കൂടി ആകിയാൽ അപ്രതീക്ഷിതമായ നിർഭാഗ്യങ്ങളും തിരിച്ചടികളും ഒക്കെ കൂടി ജാതകന് നേരിടേണ്ടി വന്നേക്കും. ഉത്രാടം 3-ാം പാദം, തിരുവോണം 3, അവിട്ടം 2-ാം പാദം എന്നീ നക്ഷത്രപാദങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രാഹു വർദ്ധിത വീര്യനാണെന്നാണ് പറയുന്നത്. രാഹു കുംഭം രാശിയിൽ നിന്നാൽ പ്രസാദഭരിതമായ ജീവിത വീക്ഷണത്തിൻ്റെ ഉടമയാകുമെന്നാണ് പറയുന്നത്. കുംഭത്തിൽ രാഹു നിൽക്കുന്ന വ്യക്തി സ്വന്തം വീട്ടിലെന്ന പോലെ ജാതകൻ എപ്പോഴും സ്വസ്ഥനായിരിക്കും. 8, 12 എന്നീ ദുസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങൾ ജാതകന് മികച്ച നേട്ടങ്ങളും ഒക്കെ സ്വന്തമാവും. എത്ര ഭൗതികവാദിയാണെങ്കിലും ആത്മീയമായ ഉണർവും ആധ്യാത്മികമായ ചിന്തയും പുലർത്താൻ ജാതകന് കഴിയും. അന്വേഷണാത്മകവും സർഗപരവുമായ മനസ്സിൻ്റെ ഉടമയുമായിരിക്കും അയാൾ. സാഹചര്യങ്ങളെ വരുതിയിലാക്കാനും പ്രതിസന്ധികളെ മറികടക്കാനും ജാതകൻ കാട്ടുന്ന കഴിവ് അത്ഭുതകരമായിരിക്കും എന്നും പറയുന്നുണ്ട്. വ്യാഴത്തിൻ്റെ യോഗദൃശ്യാദികൾ വന്നാൽ ദശാപഹാര കാലങ്ങൾ അതിശോഭനമായിരിക്കും. അവിട്ടം 3-ാം പാദം, ചതയം 4-ാം പാദം, പൂരിട്ടാതി 3-ാം പാദം എന്നീ നക്ഷത്രപാദങ്ങളിൽ രാഹു ബലിഷ്ഠനാണ്. അപ്പോൾ അടുത്തത് മീനം രാശിയാവുന്ന ഈ സ്ഥിതി ഗ്രഹനില മീനം രാശിയിലാണെങ്കിൽ അവനവനോട് തന്നെ മത്സരം ചെയ്യുന്നവനായിരിക്കും. മനസ്സിൻ്റെ ശൈഥില്യം, യുക്തിരഹിതമായ ചിന്ത, ഏകാഗ്രതയില്ലായ്മ, അകാരണമായ ഭയം എന്നിവ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും, പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തെക്കുറിച്ച് ഭ്രമാത്മകമായ ധാരണയായിരിക്കും ജാതകനുണ്ടാവുക.
ഇതൊക്കെയാണെങ്കിലും ആത്യന്തികമായി വലിയ പരാജയങ്ങൾക്കും തിരിച്ചടികൾക്കും മീനത്തിലെ രാഹു കാരണമാവുകയില്ലെന്നും ആചാര്യം പറയുന്നുണ്ട്. ദേശാന്തര ഗമനങ്ങൾ, വിദേശ ജീവിതം എന്നിവ രാഹുവിൻ്റെ ദശാപഹാരങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആത്മീയവും ഭൗതികവുമായ വീക്ഷണങ്ങളിൽ മനസ്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഉത്രട്ടാതി 2-ാം പാദം, 4-ാം പാദം, രേവതി 1-ാം പാദവും 3-ാം പാദവും എന്നീ നക്ഷത്രപാദങ്ങളിൽ രാഹു കരുത്തനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാഹു 12 രാശികളിൽ നിന്നാലുള്ള ദോഷഗുണഫലങ്ങൾ. അടുത്ത എപ്പിസോഡിൽ ഞാൻ 12 ഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫലം പറയുന്നതായിരിക്കും. ഹരിയും ഹരിയും ഹരിയും.